വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവിൻ ദൈവമേ, വേദവിചാരം എന്ന ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടി ഒരു എപ്പിസോഡ് കൂടി എടുക്കുവാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇന്നത്തെ വചന ശുശ്രൂഷയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീന നടിയനെ അങ്ങയുടെ ആത്മനിറവിൽ കർത്താവെ വചനഘോഷിപ്പാൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കേൾക്കുന്ന വചനം അനുഗ്രഹത്തിന് മുഖാന്തരമായി അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 107 സങ്കീർത്തനം 9 തിരുവചനം, സാംസ് 107:9. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവർ നാം ഒരുപക്ഷെ നോക്കുമ്പോൾ വിരളമാണ്. ഉള്ളത് മതി എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തരായി ജീവിക്കുന്നവർ വളരെ കുറവായിരിക്കാം. എന്ന് പറയുമ്പോൾ തൃപ്തിയില്ലാതെ, ലഭിച്ചതിന് തൃപ്തിയില്ലാതെ വീണ്ടും കൂടുതൽ നേടുവാനുള്ള യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്കെവിടെയും കാണുവാൻ തക്കോണം കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ മാസങ്ങളും വർഷങ്ങളും കഷ്ടതകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെയും നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. സർവശക്തനും നല്ലവനുമാകുന്ന ദൈവം എന്തിന് മനുഷ്യനെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നു എന്നുള്ളൊരു ചോദ്യം പോലും അനേകരിൽ നിന്ന് ഉയരുന്നുണ്ട്. 107 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നല്ലവനാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയയാണ് നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി നമ്മെ വഴി നടത്തുന്നത്. അവൻ നല്ലവനാണ്. 106 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം അപ്രകാരം വായിക്കുകയാണ്, യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. അപ്പോൾ നല്ലവനാകുന്ന ദൈവം എന്തിന് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടത്തിവിടുമ്പോഴും എന്തുകൊണ്ട് അവൻ്റെ പ്രയാസത്തിന് പരിഹാരം കാണാതെ അവൻ കഷ്ടതയിൽ, ഞെരുക്കത്തിലായിരിക്കുന്നു? 107 സങ്കീർത്തനം നാം താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുകയാണ് 4 വാക്യം മുതൽ, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർക്കുവാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. മരുഭൂമി നമുക്കറിയാം, അത് ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലായിടത്തും മണലാരണ്യം മാത്രമാണ്. ഏത് ദിശയിലേക്ക് പോയാൽ പട്ടണത്തിൽ ചെല്ലാമെന്ന് ഒരു ദിശാബോധവും മരുഭൂമിയിലായിരിക്കുന്ന വ്യക്തിക്ക് കഴിയുകയില്ല. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും അപ്രകാരമുള്ള ഒരു എക്യുപ്മെൻ്റ് ഇല്ലാതെ ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയാതെ ഉഴലുന്ന മനുഷ്യനായിരിക്കും ആ മരുഭൂമിയുടെ നടുവിൽപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോൾ ജീവിതയാത്രയിൽ ഇങ്ങനെ മരുഭൂയാത്ര നടത്തുന്ന, അല്ലെങ്കിൽ മരുഭൂയാത്രയിലായിരിക്കുന്ന അനേകരുണ്ട്. എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്ന് ആലോചിച്ച് നട്ടം തിരിയുന്ന, ഒരു എത്തും പിടിയും ലഭിക്കാതെ മുമ്പോട്ട് പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എങ്ങനെയാണ് അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുന്നതെന്ന് അടുത്ത തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. കഷ്ടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനെ വിടുവിക്കുവാൻ
മറ്റ് പലതിലും ആശ്രയിച്ചിട്ടും പരിഹാരം കാണാതെ മുമ്പോട്ട് ഉഴലുന്ന ഒരു മനുഷ്യൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അവൻ ചെയ്യേണ്ടത് എന്തെന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പ്രാർത്ഥിക്കുകയല്ല, വിളിച്ചു പറയുകയല്ല, പിന്നെ നിലവിളിക്കുന്ന ഒരു സാഹചര്യം. മുമ്പോട്ട് പോകാൻ മാർഗമില്ലാതെ ഉഴലുന്ന പ്രശ്നത്തിന് ഒരെത്തും പിടിയും കിട്ടാതെ, പരിഹാരം ലഭ്യമാകാതെ മാസങ്ങളും വർഷങ്ങളും താണ്ടിയിട്ടും അനേകരെ സമീപിച്ചിട്ടും അനേക പോംവഴികൾ കണ്ടെത്തിയിട്ടും ശാശ്വതമായൊരു പരിഹാരം കാണാതെ പ്രശ്നത്തിലൂടെ മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കോണം സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരുടെ ഞെരുക്കം എന്ന് പറയുമ്പോൾ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പ്രയാസം, ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവനെ മുറുക്കിയിരിക്കുകയാണ്. എന്നാൽ അവൻ ദൈവത്തോട് നിലവിളിക്കണം. അവൻ്റെ കഷ്ടതയിൽ ദൈവത്തോടവൻ പ്രാർത്ഥിക്കണം. നിലവിളിക്കുക എന്ന് പറയുമ്പോൾ അതിവേദനയോടെ പ്രാർത്ഥിക്കേണ്ട സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കും എന്ന് നാം വായിക്കുകയാണ്. തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ ഞാൻ വായിച്ചു, അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അതായത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, പ്രാണൻ ഉള്ളിൽ തളർന്നു എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോകണം, ജീവിക്കണമെന്ന് ഒരു പ്രത്യാശയില്ലാത്തൊരു സാഹചര്യത്തിൽ അവനെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോകപ്രകാരം ഇത് ഫെയ്റ്റാണെന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്ന് ഓടി അകലുവാനല്ല, ജീവിതം അവസാനിപ്പിക്കുവാനല്ല, പിന്നെയോ നല്ലവനാകുന്ന ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കോണമാണ് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് അത് നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇങ്ങനെ വിവിധ തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും വിവിധ തരം ഭൂചര ജന്തുക്കളെയും അവൻ സൃഷ്ടിച്ചു, അത് നല്ലതെന്ന് ദൈവം കണ്ടു. തുടർന്ന് താഴോട്ട് നാം വരുമ്പോൾ മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് അവനെ ദൈവം സൃഷ്ടിക്കുന്നു. 27-ാം വാക്യത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ. അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹിച്ച മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടത്തിലായിരിക്കുന്നു? കഷ്ടത്തിലാകുമ്പോഴും ഈ അനുഗ്രഹിക്കുന്ന ദൈവത്തിലേക്ക് തിരിയാതെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും മനുഷ്യരിലും ആശ്രയിച്ചുകൊണ്ട് നട്ടം തിരിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കോണം സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന, തന്നോട് നിലവിളിക്കുന്ന, തന്നോട് പ്രാർത്ഥിക്കുന്ന ആരുടെയും പ്രാർത്ഥന ഒരിക്കലും ദൈവം നിരാകരിക്കുകയില്ല. നാം തുടർന്ന് കാണുകയാണ്, അവിടെ വായിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു, അവരുടെ കഷ്ടതകളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. നാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നിങ്ങൾ യാചിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പോൾ ഈ വലിയ വാഗ്ദത്തം മനുഷ്യനുണ്ടായിരിക്കെ എന്തുകൊണ്ട് മനുഷ്യൻ കഷ്ടതയിലാകുന്നു? കഷ്ടതയിലാകുന്ന മനുഷ്യന് എന്തുകൊണ്ട് ആ കഷ്ടതയിൽ നിന്ന് പുറത്തു കടന്നുവാൻ കഴിയുന്നില്ല? ഒരുപക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ നാം പ്രാർത്ഥിക്കാത്തതുകൊണ്ടാകാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കാത്തതുകൊണ്ടാകാം, ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടാകാം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ടാകാം. എന്ത് കാരണമെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. നാം ആയിരിക്കുന്ന കഷ്ടതയിൽ തുടരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ നന്മ മാത്രമാണ് ദൈവം കാക്ഷിക്കുന്നതെന്ന് നാം തിരുവചനത്തിലൂടെ പഠിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു, മനുഷ്യൻ്റെ അനുഗ്രഹം മാത്രമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ
ദൈവം അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും മനുഷ്യൻ കഷ്ടതയിൽ, മരുഭൂമിയുടെ അവസ്ഥയിൽ നട്ടം തിരിഞ്ഞ് ഒരെത്തും പിടിയുമില്ലാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ മാർഗമില്ലാതെ കഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ശരിയായ വഴിയിൽ നടത്തി. അപ്പോൾ ഏത് വഴിയിലൂടെ പോയാലാണ് നന്മയിലേക്ക്, പട്ടണത്തിലേക്ക് എത്തുന്നതെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന, ജീവിതത്തിൽ സാമ്പത്തികമായി കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന, മറ്റ് ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതലെ എൻ്റെ ജീവിതത്തിൽ അതിന് പരിഹാരം കാണുവാൻ നല്ലവനാകുന്ന ദൈവത്തോട് നിലവിളിച്ചാൽ സാധ്യമാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ അതിനുള്ള വഴി, നല്ല വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. അതാണ് നാം വായിക്കുന്നവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ശരിയായ വഴിയിൽ നടത്തി. തുടർന്ന് 8-ാം വാക്യത്തിൽ അവർ യഹോവയെ അവൻ്റെ നന്മയ്ക്കായും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായും സ്തുതിക്കട്ടെ. ദൈവം ചെയ്ത നന്മകൾ എപ്പോഴും ഓർത്ത് സ്തുതിക്കുവാൻ അവന് കഴിയണം എന്ന് ഓർപ്പിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുന്നു, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നത്? ആർത്തിയുള്ളവന്, അതിന് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുകയാണ്, ഫോർ ഹി സാറ്റിസ്ഫൈസ് ദ ലോങ്ങിങ് സോൾ. അപ്രകാരം അത് വേണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി, ആവശ്യബോധത്തോടുകൂടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, തുറന്ന് നാം വായിക്കുകയാണ്, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. നന്മ കൊണ്ട് നിറയ്ക്കും. വിശപ്പുള്ളവൻ എന്തെങ്കിലും നൽകി അവൻ്റെ വിശപ്പടക്കുകയല്ല, വിശപ്പുള്ളപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിച്ച് വിശപ്പടക്കുകയല്ല, പോഷകമാകുന്ന ആഹാരം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വയറ് നിറയ്ക്കുവാനല്ല, പിന്നെയോ നമ്മുടെ ശരീരത്തിന് അനുഗ്രഹമാകുന്ന, പോഷകമാകുന്ന ആഹാരം നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നാം വായിക്കുന്നവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് ദൈവം നൽകും. കാരണം നമ്മുടെ നന്മ മാത്രമാണ് ദൈവം കാക്ഷിക്കുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ചില വാക്യങ്ങൾ കൂടി നാം വായിക്കുമ്പോൾ, നാം ഒരുപക്ഷെ അപ്രകാരം പ്രാർത്ഥിക്കുന്നവരാകാം, പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ അതിനുള്ള കാരണങ്ങൾ കൂടി അവിടെ രേഖപ്പെടുത്തുകയാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതലുള്ള തിരുവചനം, ചിലർ കഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവരായി ഇരുട്ടിലും മരണനിഴലിലും ഇരുന്നു. അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ, കഷ്ടത ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ ചങ്ങലയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും സാധ്യമാകുകയില്ല. ഇരുമ്പ് ചങ്ങലയാണ്, സാധാരണ ചങ്ങലയല്ല, കയറല്ല. പിന്നെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയെ മോചിപ്പിക്കുവാൻ ആർക്കും സാധ്യമാകുകയില്ല. അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ചിലർ കഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവരായി ഇരുട്ടിലും മരണനിഴലിലും ഇരുന്നു. അതിന് കാരണം അടുത്ത തിരുവചനത്തിൽ പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തതിനാൽ തന്നെ. എന്തുകൊണ്ടാണ് ഇരുമ്പ്
ചങ്ങലയിൽ അവൻ ആക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തി വിടുവിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും സാധ്യമല്ലാതെ പ്രയാസങ്ങളിലായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുവാനുള്ള കാരണം എന്താണ്? തിരുവചനം പറയുകയാണ്, അവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടാകാം, പക്ഷേ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ, അത് കേൾക്കുവാൻ മനസ്സില്ലാതെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള മിഥ്യാധാരണയെ മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയെ ദൈവത്തിന് ആ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം വായിച്ചു, അവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ളതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മുമ്പോട്ടുള്ള യാത്രയിൽ മോശ വഴി 10 കൽപ്പനകൾ ദൈവം നൽകുകയാണ്. ആ 10 കൽപ്പനകൾ അനുസരിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് അനേക കൽപ്പനകൾ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ച്, അല്ലെങ്കിൽ ദൈവവചനത്തെ ധിക്കരിച്ച്, ദൈവവചനത്തെ അനുസരിക്കാതെ വചനത്തോട് മത്സരിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തി ഇപ്രകാരം പ്രയാസങ്ങളിലായിത്തീരും. എന്നിട്ട് തുറന്ന് നാം വായിക്കുന്നു, അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തതിനാൽ തന്നെ. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ദൈവമാണ് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുവാൻ മുഖാന്തരമൊരുക്കുന്നത്. അമ്മയുടെ ഗർഭാശയത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിയുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ നാം എവിടെ ജനിക്കണം, ആരിൽ നിന്ന് ജനിക്കണം, എപ്പോൾ ജനിക്കണം, എത്ര കാലം നാം ജീവിക്കണം എന്നൊക്കെയും അറിയുന്ന ദൈവം നമ്മുടെ നന്മ കൂടി മാത്രം അറിയുന്ന ദൈവമാണ്. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ആലോചനയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മനസ്സിലാക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനത്തോട് മത്സരിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തി കഷ്ടതയിൽ അവന് വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തിന് പോലും ഇത് സാധ്യമല്ല. കാരണം ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനോട് സംസാരിക്കും, അവനോട് ഇടപെടും. ദൈവവചനം മറ്റൊരു വ്യക്തിയിലൂടെ ആകാം, അല്ലെങ്കിൽ നമ്മുടെ വായനയിലൂടെ ആകാം, ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷേ അത് കേൾക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അതനുസരിക്കുവാൻ താല്പര്യമില്ലാതെ വചനത്തോട് മത്സരിക്കുന്ന ഒരു വ്യക്തി ഇരുമ്പ് ചങ്ങലയുടെ അവസ്ഥയിലായിരുന്നാലും അവനെ വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ദൈവത്തോടാണ് മത്സരിക്കുന്നത്. ദൈവത്തോട് മത്സരിച്ചാൽ മനുഷ്യനെ വിടുവിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല എന്ന് നാം ഓർക്കുക. അതുകൊണ്ട് ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഇപ്രകാരമുള്ള മരുഭൂമി യാത്രയിലാകാം, ഇരുമ്പ് ചങ്ങലയുടെ അവസ്ഥയിൽ ബന്ധനത്തിലാകാം, വിടുവിക്കുവാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിലാകാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നാം നിലവിളിക്കുന്നുണ്ട്, ഒക്കെയും ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം നമ്മോട് ഈ പ്രയാസങ്ങളിൽ നമ്മോട് ഇടപെടുമ്പോൾ ആ വചനത്തെ സ്വീകരിക്കുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ആയിരിക്കുന്ന ചങ്ങലയിൽ നിന്ന്, ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുകൂടി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ഇന്ന് ഏതവസ്ഥയിലാണ്? ജോലിയില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയാണോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണോ? കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാകാതെ ഏറെ പ്രയാസത്തിലുള്ള അവസ്ഥയാണോ? കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഏറെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണോ? ഏത് സാഹചര്യമാണെന്ന് നാം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ദൈവത്തിലേക്ക് നാം തിരിയുക. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകുക. ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ആ വചനം എന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്കായി നൽകിയിരിക്കുന്ന ഈ വചനം, നാം പോകേണ്ടുന്ന വഴി നമ്മെ കാണിച്ചു തരുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം നമുക്ക് നൽകുവാൻ കഴിയുന്നുണ്ട്, ആ വചനത്തെ എത്രത്തോളം അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് നാം പരിശോധിക്കുക. 2 തിമോത്തിയോസ് അധ്യായം 3-ന്റെ 16-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, 2 Timothy chapter 3 verse 16,
എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അതായത് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. അത് മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വചനത്തെ അനുസരിക്കുവാൻ, വചനം വായിക്കുവാൻ, ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ആ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവം നമ്മളെ നന്മയിലേക്ക് നയിക്കും. നല്ല വഴിയിലൂടെ, ഏത് വഴിയിലൂടെ നാം സഞ്ചരിക്കണമെന്ന് ദൈവം നമുക്ക് ഉപദേശിച്ചു. ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരാം എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്നത് നല്ലത്, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ കർത്താവ് ആ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ നാം പോകേണ്ടുന്ന വഴി ആ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. നന്മ ചെയ്യുവാൻ എപ്പോഴും നമ്മെ ആ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. അങ്ങനെ ആ പരിശുദ്ധാത്മ നിറവിൽ വചനാധിഷ്ഠിതമായൊരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ കഷ്ടതയുടെ അവസ്ഥയാണെങ്കിൽ അവിടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവമാണെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയുടെ പ്രയാസത്തിലൂടെ, ചങ്ങല ആകുന്ന ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പരിശോധിക്കുക. ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ കഴിയാറുണ്ടോ? ദൈവവചനത്തെ വായിക്കുവാനും ആ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാനും ആ വചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയാറുണ്ടോ? നാം പരിശോധിക്കുക. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാം വചനം കേൾക്കുക മാത്രം ചെയ്യാതെ വചനം അനുസരിക്കുന്നവരായി തീരുവീൻ. വചനം കേൾക്കുന്നവരാണ് ഇന്ന് അനേകർ. വചനത്തെ അനുസരിക്കുന്ന എത്ര പേരുണ്ട് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അതനുസരിക്കുന്നില്ല എങ്കിൽ കേൾവിക്കാരായിട്ട് നാം പോവുകയാണ്. ആ വചനം അനുസരിക്കുമ്പോഴാണ് ആ വചനം നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. അല്ല എങ്കിൽ നാം തുടർന്ന് വായിക്കുന്നു, ഒരുവൻ വചനം കേൾക്കുന്നവനാണെങ്കിലും അത് പ്രാവർത്തികമാക്കാതിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവനോട് തുല്യനാകുന്നു. അവൻ തന്നെ കണ്ടു പുറപ്പെടുകയും താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ തന്നെ മറന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന വചനം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട വചനം നമ്മുടെ കുറവുകളെ എവിടെയാണെന്ന് തിരുത്തുവാൻ, ആ കുറവുകളെ കണ്ടെത്തി അവയെ ഉപേക്ഷിക്കുവാൻ നമ്മോട് ഇടപെടുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നത്. ദൈവം ആരെയും ശിക്ഷിക്കുവാൻ, ആരെയും നശിപ്പിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി മുതൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും എപ്പോഴും അവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. നാം ദൈവത്തോട് കഷ്ടതയുടെ അവസ്ഥയിൽ കുറവുകൾ എവിടെയെന്ന് കണ്ടെത്തുവാൻ ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നന്മ മാത്രം കാക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. 107-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം ഒരിക്കൽ കൂടി നാം വായിക്കുമ്പോൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നല്ലവനാകുന്ന ദൈവം മനുഷ്യന് ഒരിക്കലും ദോഷമുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല, അവന് ദോഷം ചെയ്യുന്നില്ല. നാം ദോഷങ്ങളാൽ നാം തന്നെയാണ് പരീക്ഷിക്കപ്പെടുന്നതെന്നുകൂടി യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നവനല്ല എന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള വ്യവസ്ഥ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ
12 മുതലുള്ള വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവവചനത്തിന് വലിയ സ്ഥാനം നൽകി. ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വചനാധിഷ്ഠിതമായൊരു ജീവിതം, തെറ്റുകളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് കഷ്ടതയുടെ അവസ്ഥയിലും ദൈവത്തോട് നിലവിളിച്ച് അനുദപിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധ്യമാകും. അവിടെ വായിക്കണം, അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ശരിയായ വഴിയിൽ നടത്തി, ശരിയായ ദിശയിലൂടെ നടത്തി അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ പ്രാപ്തനും നന്മ മാത്രം കാക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.